എന്തുകൊണ്ടായിരിക്കും ചൈൽഡ്ഹുഡ് അപ്രാക്സിയ സ്പീച്ച് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരുപാട് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് അത്യാവശ്യമാണെന്ന് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടു, ചൈൽഡ്ഹുഡ് അപ്രാക്സിയ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ സീക്വൻസിങ് പ്രോബ്ലമാണ്. കാരണം നമ്മുടെ ബ്രെയിന് സൗണ്ട്സ് സിലബിൾ ആക്കാനോ, സിലബിൾ വേർഡ്സ് ആക്കാനോ, വേർഡ്സ് സെൻറ്റൻസ് ആക്കാനോ ഒക്കെയുള്ള ഒരു ഡിഫിക്കൽട്ടിയാണത്. അപ്പം എന്നാ പറയുന്നത്, അവിടെ ഒരു സീക്വൻസിങ് പ്രോബ്ലം ഉണ്ട്. പിന്നെ അതേപോലെ അവർക്ക് കോആർട്ടിക്കുലേഷന് ബുദ്ധിമുട്ടുണ്ട്. ഒരു മൂവ്മെൻറ്റ് പാറ്റേൺ തന്നെ ഡിസ്റപ്റ്റഡായി പോവുകയാണ്. പക്ഷേ ഹൗവർ ത്രൂ ഇംപ്ലിസിറ്റ് ലേണിംഗ് ആൻഡ് റിപ്പീറ്റഡ് മോട്ടോ ബേസ്ഡ് പ്രാക്ടീസ് നമുക്ക് എന്താ പറയുക, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൽ ഒരു പ്രൊസീജിയർ മെമ്മറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ അപ്പോൾ സിലബിൾ വേർഡ് ആക്കാനും, വേർഡ് സെൻറ്റൻസ് ആക്കാനും, പ്രൊസോഡിക് ആയിട്ടുള്ള സെൻറ്റൻസ് ലെവലിലേക്കൊക്കെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ നമ്മൾ ടിപ്പിക്കലി ഡെവലപ്പിംഗ് ചിൽഡ്രനെ നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് സ്പീച്ചും ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നവരിൽ അവർ എന്നാ പറയുക, ദ ലേൺ ടു സ്പീക്ക് അല്ലെങ്കിൽ ദ ലേൺ സ്പീച്ച് വിത്തൗട്ട് ഇംപ്ലിസിറ്റ് ടീച്ചിങ് അല്ലേ. നമ്മൾ അക്കാഡമിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന പോലെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചേ? അല്ല. സോ ടിപ്പിക്കലി ഡെവലപ്പിംഗ് ചിൽഡ്രന് അവർക്ക് നല്ല പ്രൊസീജിയർ മെമ്മറി ആയിരിക്കും. പക്ഷേ നമ്മുടെ ചൈൽഡ്ഹുഡ് അപ്രാക്സിയ സ്പീച്ചുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവരുടെ പ്രൊസീജിയർ മെമ്മറി ഡിഫറൻസ് ഉണ്ടായിരിക്കും അവരുടെ ബേസൽ ഗാംഗ്ലിയ അല്ലെങ്കിൽ ഫോക്സ് പി2 പാത്വേയിൽ. സോ അവർക്ക് സ്ലോവർ പ്രൊസീജിയർ ലേണിംഗ് ആയിരിക്കും ഹാപ്പൻ ചെയ്യുന്നത്. പക്ഷേ എന്നാ പറയുക, അവർക്ക് മോർ റിപ്പിറ്റീഷൻസ് വേണം അവരുടെ ഒരു മോട്ടോ പ്രോഗ്രാമൊക്കെ എൻകോഡ് ചെയ്യാൻ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള മാസ്റ്റർ പ്രാക്ടീസ്, റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മാസ്റ്റർ പ്രാക്ടീസ്, ഇമോഷണൽ കണക്ടിവിറ്റി എല്ലാം കൂടി ചേരുമ്പോഴാണ് ഈ ഇംപ്ലിസിറ്റ് ലേണിംഗ് പ്രിൻസിപ്പിളിലൂടെ അവരുടെ പ്രൊസീജിയറൽ മെമ്മറി വർക്ക് ചെയ്യുക. സോ ചൈൽഡ്ഹുഡ് അപ്രാക്സിയ സ്പീച്ചുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇൻറ്റൻസീവ് പ്രാക്ടീസ് വേണം ടു അച്ചീവ് ഈവൻ മിനിമം ഗെയിൻസ്. സോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ADL ആക്ടിവിറ്റീസിൻ്റെ കൂടെ മോട്ടോർ ബേസ്ഡ് ആയിട്ടുള്ള തെറപ്പി ടെക്നിക്സ് യൂസ് ആക്കാൻ നമ്മൾ മാക്സിമം പരിശ്രമിക്കണം. സോ ഈ ഇംപ്ലിസിറ്റ് ലേണിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള മൊമെൻറ്റ്സിലെല്ലാം നമ്മൾ യൂസ് ആക്കാൻ ശ്രമിക്കണം. സോ ഇങ്ങനെ നമുക്ക് ബ്രെയിനിൻ്റെ മോട്ടോർ പ്ലാനിങ്, പ്രോഗ്രാമിങ്ങിനെല്ലാം നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.